സ്പെഷ്യലും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞത് ഇങ്ങനെ ഒരു വട്ടമേശ സമ്മേളനം പോലെ ആയിരിക്കുന്നു. എൻ്റെ അപ്പത്തെ കുറച്ച് പേരുണ്ട്, ഇവരാണ് ബാക്കി ക്രൂ അല്ലേ, നമ്മുടെ ബാക്കി പാർട്ട്നേഴ്സ്. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നവാസ് മസൂദ്, ഇതിൻ്റെ പാർട്ട്ണറാണ് അദ്ദേഹം. സുൽഫി, ഓക്കെ, ഇതിൻ്റെ ഒരു പാർട്ണറാണ്. വേറൊരു പാർട്ട്ണറാണ്. സുഹൃത്ത് മാത്രമല്ല ഞങ്ങളുടെ അഡ്വൈസറും ഞങ്ങളുടെ എല്ലാ സഹായവും സുബൈർ പാർട്ട്ണറാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇതിൽ മാത്രമാണോ അതോ വേറെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ? വേറെ ഇത് ഒരു 1000 മോട്ടോഴ്സ് നടത്തുന്നു. ഓക്കെ, ഇത് സൗദി അറേബ്യയിൽ പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റ്, ശൃംഖലകളുള്ള ബിസിനസ് ഉണ്ട്. ഇവരൊന്നിച്ച് ഞാൻ ഞാനും അപ്പം എല്ലാവരും പ്രവാസികളാണ്, അൽ പ്രവാസികൾ. അതെ, അപ്പോൾ അതാണ് അതെ. അപ്പം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ആ ഒരു ഐഡിയ അല്ലേ? ഐഡിയ അല്ല, ഇതിനകത്ത് വന്നു ചേരാത്ത നമ്മുടെ കുറേ ഏറ്റവും ഇതിന് വേണ്ടപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട്. അത് അജി ഇഞ്ചക്കൽ, ഖനീസാക്ക്, അങ്ങനെ കുറേ പേര് നമ്മുടെ ഇതിനകത്ത് ഉണ്ട്. എല്ലാവരുടെയും കൂടി ചേർന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ നമ്മുടെ 99% പ്രവാസ സംരംഭം, 1% ഉള്ളത് നാട്ടിൽ ബിസിനസ്സുള്ള 1% അല്ല, ഇപ്പൊ ബാക്കിയായല്ലോ. വന്നല്ലോ 1% വെച്ചാൽ പാർട്ണർഷിപ്പിന്റെ അല്ല പറഞ്ഞു. കഴിച്ചു തുടങ്ങാം, തീർച്ചയായിട്ടും അത് ഞാൻ കഴിക്കും. ഇത് കൊടുക്കും. നല്ല ഡിഫറൻസ് ഉണ്ട് റൈസിന്. ഇത് ഒഴിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്, ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കാം. എങ്ങനെയുണ്ട് സംഭവം? റൈസ് അടിപൊളി റൈസ്. ചിക്കൻ കഴിച്ചില്ല, റൈസിൻ്റെ ആ ഒരു രുചി അറിഞ്ഞിട്ട്. ഇപ്പം ഇതാണ് നമ്മുടെ മന്തി. ഞങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഒന്ന് ഇത് ശരിക്കും അങ്ങ് വെന്ത്. ഇത് അടുത്ത ഐറ്റം അറബിക് ബ്ലാക്ക് ടീ ആണ്. ഇത് നമ്മൾ ബ്ലാക്ക് ടീ വിത്ത് മിൻറ്റ്. ഇതിൻ്റെ ടീ ബാഗ് ഉൾപ്പെടെ ഞങ്ങൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത്, അറബിയയുടെ ടീ ബാഗ് ഉൾപ്പെടെ അവിടെ നിന്ന് അതിൻ്റെ ഷോർട്ട് ഗ്ലാസ്. ഒരു നല്ലൊരു ഫ്രൈ പോലെ, നമ്മുടെ ചിക്കൻ ഫ്രൈ ഇല്ലേ അതുപോലെ ഉണ്ട്. ആ തൊലിയൊക്കെ വെച്ച് ആയതുകൊണ്ടായിരിക്കും അല്ലേ, ശരിക്കും ഒരു ബ്രോസ്റ്റഡ് വിളിച്ച് തിന്നണ പോലെ. ഓയിൽ ചിക്കൻ്റെ അത് പറഞ്ഞു, വേറെ ഇങ്ങനെ ആഡഡ് ഒന്നുമില്ല. പിന്നെ ഇവിടെ വേറെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്താണ്? ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി എന്താ മഗ്ലൂബ? മഗ്ലൂബ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ. വിഷ്ണു, ഇതിനകത്ത് വേറെ സംഭവമാണ്. ഈ റൈസ് മാത്രം വാങ്ങിയിട്ട് ഫാഹോ എന്ന് പറഞ്ഞ ഗ്രിൽഡ് ചിക്കൻ വാങ്ങി ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഷവായ അത് വാങ്ങിച്ച് അത് കഴിക്കുന്നവരുണ്ട്. അത് ഈ റൈസ് എന്തിനോട് യോജിച്ച് പോകും. ഇവിടെ നിന്ന് നല്ലൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് കഴിക്കാം, പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാം അല്ലേ. ഗ്യാസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട്, AC ഹട്ടുണ്ട്, അല്ലാണ്ട് ഹട്ടുണ്ട്, മജ്ലിസ് ഉണ്ട്. അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനി കോൺഫറൻസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. വന്നല്ലോ. അയ്യോ, കോഴി പിടിച്ചോ? ഒരു കൈ അപ്പുറത്ത്, ഒരു കൈ ഇപ്പുറത്ത്. ചിക്കൻ നാച്ചുറലായിട്ടുള്ളതാണ്. ഈ ഷവായയും മന്തിയൊക്കെ ഇല്ലേ, ഒന്നും ചേർക്കാതെ തൊട്ട് അതെ. ഇതാണ് താത്ത സ്പെഷ്യൽ. ഇതിനിടയ്ക്ക് നമുക്ക് വിഷമകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഹോട്ടലിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും വലിയ പബ്ലിസിറ്റി നൽകിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മദറിലോ ഷീജ എന്ന പേര് 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടു. എല്ലാ 2 ദിവസം ഇരിക്കാലും ഇവിടെ വന്ന് ഭക്ഷണം മേടിക്കും, പക്ഷെ കഷിക്ക് കഴിക്കാൻ വേണ്ടിയല്ല, ആർക്കെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ഈ ഹോട്ടലിനെ കുറിച്ചുള്ള പേര് റിലേറ്റീവ്സിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ അത് വളരെ പ്രായം കുറവായിരുന്നു, പെട്ടെന്നുള്ള ഒരു ഇതായിരിക്കും. ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ ഡെസ്പായിരുന്നു. സത്യം അത് ഞങ്ങൾ ഈ ഒരാഴ്ച ഞങ്ങൾ ഇത്രയും പേര് ഈ ഹോട്ടലിൽ തന്നെ വന്നേ. അപ്പോൾ എന്തല്ല, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ് അല്ലേ. നമ്മുടെ കപ്സയും ഷവായും ഫ്രൂട്ട് സാലഡും ഇത് മാത്രമല്ല, അല്ല കപ്സയും പിന്നെ മന്തി ഉണ്ട്, ഇതെല്ലാം ചേർന്നാണ് ഇവിടുത്തെ അല്ലേ. അടിപൊളി, കാരണം അവരുടേതായ ഒരു പ്രിപ്പറേഷൻ. മട്ടൻ മന്തി ഉണ്ട് വിഷ്ണു. ഇതിനകത്ത് നമ്മൾ തനി നാടൻ ഉൾപ്പെടെ എല്ലാ ഫുഡുകളും ഇവിടെ ഉണ്ട്. അന്നേരം അറബിക്ക് മാത്രം കാണുമ്പോൾ അറബിക്ക് മാത്രമേ ഉള്ളൂ.
എന്നൊരു ചിന്താഗതി ഉണ്ടാവും. നമ്മുടെ സാധാരണ പൊറോട്ട, അപ്പം, റൊട്ടി, കപ്പ, മീൻകറി എല്ലാം കിട്ടും. എല്ലാം ഉണ്ട്. നാടൻ തൊട്ട് അങ്ങേ അറ്റം വരെ നമ്മുടെ ഇവിടെ കിട്ടും. എന്തില്ല എന്ന് വൈകിട്ട് നല്ല തലക്കറിയും കപ്പയും കിട്ടും. ഏറ്റവും വലിയ പ്രത്യേകത വൈകിട്ടായി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോയാലും. ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കും. ശരിക്കും ഹൈവേയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഡയറക്റ്റ് ഇങ്ങോട്ട് ഒന്ന് കയറാം, നമുക്ക് കാണാം. തെക്കുന്ന് വരുമ്പോൾ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, കായംകുളം ടൗണിൽ നിന്ന്. ഇത് ഇപ്പോൾ വടക്കുന്ന് നോക്കിയാൽ ഹരിപ്പാട് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ 12 കിലോമീറ്റർ. ഇപ്പോൾ ഹരിപ്പാടിനും നമ്മുടെ കായംകുളത്തിനും പ്രോപ്പർ കായംകുളം തന്നെ. കായംകുളം സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ വിട്ട് നിൽക്കുന്നത്. കായംകുളം അങ്ങോട്ട് എത്തണ്ട. 2 മണിക്കൂർ. കൊറ്റുകുളങ്ങര എന്ന് പറയുന്നത് നാട്ടിലെ ഇവിടെ സൈഡിൽ. ഓക്കെ, കൊറ്റുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്ന് കായംകുളത്തോട്ട്, അതായത് ആലപ്പുഴ റൂട്ട് വഴി കായംകുളത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം നമ്മുടെ താസ അല്ലേ, ഫ്രഷ് റിഫ്രഷ് ആയിട്ട് ഫ്രഷ് സാധനങ്ങൾ കളർഫുള്ളായിട്ട്. താസ മീൻസ് ഫ്രഷ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും. നല്ല അടിപൊളി ഫുഡാണ്. ഇങ്ങനെ വരാം, നല്ല രീതിയിൽ കഴിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ എന്താ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, നിറയട്ടെ അതെ, നിറയട്ടെ വയറും മനസ്സും. നിങ്ങളുടെ ഇപ്പം എൻ്റെയും. അപ്പോൾ വളരെ നന്ദി, താങ്ക് യു. അതുകൂടാതെ ഏറ്റവും കോസ്റ്റ് കുറവാന്നുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ്. സാധാരണക്കാരനും കയറി കഴിക്കാം, ഉയർന്ന ആൾക്കാർക്കും കയറി കഴിക്കാം. ആ ഒരു ഇതിലാണ് നമ്മൾ എല്ലാവരും കഴിക്കാം, ഈക്വാലിറ്റി അല്ലേ. അപ്പോൾ താങ്ക് യു. നൈസായിട്ട് വന്നാൽ നന്നായിട്ട് കഴിച്ചിട്ട് പോവാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.